അഡോബ് ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ രണ്ട് വിൻഡോസ് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ലോഗോ കാണാം അഡോബ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം വെൽക്കം ടു ആഫ്റ്റർ എഫക്ട്സ് ബെക്സോവ എന്നുള്ളത്. ഞാൻ ഓൾറെഡി പെയ്ഡ് വേർഷൻ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാ സോഫ്റ്റ്വെയർസിലും കാണുന്ന പോലെ ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ പ്രൊജക്റ്റ്. ന്യൂ പ്രൊജക്റ്റ് മീൻസ് നിങ്ങൾക്ക് ഇത് ത്രൂ ന്യൂ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പൺ പ്രൊജക്റ്റ് നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും പ്രൊജക്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് താഴെ ഇവിടെ കാണാം ന്യൂ ടീം പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ഓപ്പൺ ടീം പ്രൊജക്റ്റ് എന്നുള്ളത്. ന്യൂ ടീം പ്രൊജക്റ്റ് മീൻസ് നിങ്ങൾക്ക് ഇത് ത്രൂ പുതിയ ഒരു ടീം ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓപ്പൺ ടീം പ്രൊജക്റ്റ് നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ടീം പ്രൊജക്റ്റുകൾ ഇത് ത്രൂ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. ഇത് പെയ്ഡ് വേർഷനിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം റീസെൻറ്റ് ഓൾറെഡി നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയലുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ നെയിമും നിങ്ങൾക്ക് ഈ നെയിമിങ്ങിൻ്റെ അവിടെ നിങ്ങൾ മൗസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനും കാണിക്കും. നിങ്ങൾക്ക് എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര ദിവസം മുമ്പാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, 2 ദിവസം മുമ്പ്, പിന്നെ 10 ദിവസം മുമ്പ്, അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ സൈസ്, എത്രത്തോളം സൈസ് ഉണ്ട്, ആ ഫയലിൻ്റെ എത്രത്തോളം സൈസ് ഉണ്ട്, പിന്നെ ഏത് ടൈപ്പ് ഓഫ് ഫയലാണ്, ഏത് ടൈപ്പ് ഫോമാറ്റിലുള്ള ഫയലാണ് എന്നുള്ളതും ഇവിടെ കാണിക്കും. നിലവിലെല്ലാം ആഫ്റ്റർ എഫക്ട്സ് പ്രൊജക്റ്റ് എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഫോമാറ്റിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ്. എനിക്ക് ഇതിലുള്ള എല്ലാ വിൻഡോസും, ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ പ്രൊജക്റ്റ്, റീസെൻറ്റ് പ്രൊജക്റ്റ്, ഈ ന്യൂ ടീം പ്രൊജക്റ്റ്, ഈ സംഭവങ്ങളെല്ലാം എനിക്ക് നമ്മുടെ മെയിൻ വിൻഡോയിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് എന്ത് റീസെൻറ്റ് ഫയൽസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ത്രൂ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലോസ് ബട്ടൺ, ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഇതാണ് അഡോബ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ മെയിൻ വർക്ക് സ്പേസ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂ കോമ്പോസിഷൻ ഫ്രം ഫൂട്ടേജ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. പിന്നെ കുറേ പാനൽസ് കാണാം ഇവിടെ. ഇതാണ് ടൈം ലൈൻ പാനൽ, അതുപോലെ തന്നെ പ്രൊജക്ട് പാനൽ ആണ് ഇത്. പിന്നെ കോമ്പോസിഷൻ പാനൽ, പിന്നെ ഇവിടെ കുറേ പാനൽസ് നിങ്ങൾക്ക് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പം നിലവിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള വർക്ക് സ്പേസ്, കുറേ വർക്ക് സ്പേസുകളുണ്ടാവും. നിങ്ങൾ ഓരോന്നിനും റിലേറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും പാനൽസിലുണ്ട്. ഇതിൽ എല്ലാ പാനൽസും ഇതിൽ ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട പാനൽസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇനി എനിക്ക് ഈ പാനൽസുകൾ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിലവിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ഓൾ പാനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലസ്ട്രേഷനും ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചവർക്ക് ഇത് അറിയാവുന്നതായിരിക്കും. നമ്മൾ ആനിമേഷൻ വർക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ചേഞ്ചസ് വരുന്നത്. എല്ലാ വർക്ക് സ്പേസിലും കോമ്പോസിഷനും അതേപോലെ തന്നെ ടൈം ലൈൻ പാനലും എല്ലാ കോമ്പോസിഷനിലും ഉണ്ടാവും. ബട്ട് പിന്നെ എക്സ്ട്രാ വരുന്ന പ്രൊജക്ട് പാനൽ ചില വർക്ക് സ്പേസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ സൈഡിൽ വരുന്ന പാനൽസിലാണ് മെയിൻലി ചേഞ്ചസ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള പാനൽ എന്ന് പറയുന്നത് ആനിമേഷൻ പാനലാണ്. ഇത് മെയിൻലി ആനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പാനൽസാണ് ഇതിൽ ഓപ്പൺ ആയി വരുന്നത്. ഇനി അടുത്ത എനിക്ക് കസ്റ്റം, ഞാനിപ്പോൾ ബെക്സോവ പറഞ്ഞിട്ടൊരു പാനലുണ്ട്. ഇത് ഞാൻ കസ്റ്റം ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ കളർ പറഞ്ഞിട്ടൊരു പാനൽ, ഇത് ഇൻബിൽട്ട് ആയിട്ട് അഡോബ് ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നതാണ്, ഡിഫോൾട്ട്. അങ്ങനെ കുറേ പാനൽസ് ഉണ്ട്. ഞാൻ പിന്നെ അതുപോലെ തന്നെ റീൽ എഡിറ്റ്സ്, ഇത് കസ്റ്റം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് കസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഓൾ പാനൽസ് സെലക്ട് ചെയ്യുകയാണ്. ഓൾ പാനൽസ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലും പാനൽസ് മിസ്സായി പോവുകയാണ്. ഇപ്പോൾ ക്ലോസ് പാനൽ കൊടുത്തു, ഇത് കോമ്പോസിഷൻ പാനൽ ഇവിടെ മിസ്സിംഗ് ആണ്. പക്ഷേ നമ്മൾ ഓൾ പാനൽസ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയിട്ട് വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് റീസെറ്റ് ഓൾ പാനൽസ്, അതായത് ഇതിൻ്റെ മുമ്പ് ഓൾ പാനൽസിൽ സേവ് ചെയ്തിട്ടുള്ള പാനൽ റിട്ടേൺ വരാണ്. ഓൾറെഡി റിട്ടേൺ വരാൻ നമ്മൾ ഓരോ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇതിന് മുമ്പ് സേവ് ചെയ്തിട്ടുള്ള വർക്ക് സ്പേസിലോട്ട് റിട്ടേൺ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് ഓൾ പാനൽസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഇതിൻ്റെ മുമ്പത്തെ വേർഷനിൽ എങ്ങനെയാണ് സേവ് ചെയ്തിരുന്നത്, ഓൾ പാനൽസ് എന്ന വർക്ക് സ്പേസിൽ എങ്ങനെയാണ് സേവ് ചെയ്തിരുന്നത്, ആ സിറ്റുവേഷനിലോട്ട് തന്നെ പോയി. പിന്നെ നിങ്ങൾക്ക് ഇത് ത്രൂ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വർക്ക് സ്പേസ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് സ്പേസുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. വിൻഡോയിൽ പോയിട്ട് വർക്ക് സ്പേസ്, അതിൽ ഇവിടെ ഒരു ആരോ ഉണ്ടാവും. ആരോൻ്റെ അവിടെ കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഓരോ നിങ്ങൾക്ക് ഇതിൽ Shift+F11 ആണ് നമ്മൾ റിവ്യൂ പാനലിന് വരുന്നത്. ലേൺ പാനൽ Shift+F12 ആണ്. ഇങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കീ ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് 3 പാനൽസിനാണ് ഷോർട്ട് കീസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പാനൽസ്, ഇവിടെ കാണുന്ന
വർക്ക് സ്പേസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഓൾ പാനൽസ്, റീൽ എഡിറ്റ്സ്, സ്മാൾ സ്ക്രീന്, ഇവിടെ കുറേ പാനൽസ് കാണാം. പിന്നെ ഇനിയും പാനൽസ് ഉണ്ട്. ഇവിടെ ഈ ഡബിൾ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഉള്ള പാനൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് റീൽ എഡിറ്റ്സ് വേണം, പിന്നെ ഓൾ പാനൽസ് മതി, പിന്നെ സ്മാർട്ട് സ്ക്രീൻസ് മതി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് വർക്ക് സ്പേസ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് വരുത്താം. കണ്ടോ, ഇവിടെ ഫസ്റ്റ് ഓൾ പാനൽസ് എന്നുള്ളതാണ് കാണുന്നത്. കണ്ടോ, ഇവിടെയും ഓൾ പാനൽസ് തന്നെയാണ്. ഇവിടെ കാണുന്ന ഈ അറേഞ്ച്മെന്റ്സ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ റീൽ എഡിറ്റ്സ് എന്നുള്ള വർക്ക് സ്പേസ് ആണ് ഫസ്റ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് മേലോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണ്ടോ ഫസ്റ്റ് റീൽ എഡിറ്റ്സ്, പിന്നെ ഓൾ പാനൽ, ഇങ്ങനെ ചേഞ്ചസ് വരുത്താനും നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഇതിൽ കാണുന്ന എഡിറ്റ്സ് വർക്ക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാർ പാനലിൽ കാണുന്ന ബാറിൽ ഇവിടെ മേലെ കാണുന്ന ടോപ്പിൽ കാണുന്ന ഈ ബാറിൽ കാണുന്ന വർക്ക് സ്പേസുകളാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ വരുന്ന ഓവർഫ്ലോ മെനു എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന പാനൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ഡബിൾ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന പാനൽസ് ആണ് ഇവിടെ താഴെ കാണിക്കുന്നത്. പിന്നെ ഡു നോട്ട് ഷോ എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആനിമേഷൻ പാനൽ ജസ്റ്റ് നമുക്ക് ഇതിൽ ഷോ കേസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തു. എല്ലാ വർക്ക് സ്പേസും ഇവിടെ ഉണ്ട്. പക്ഷേ ഡബിൾ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് കാണാം ഈ ആനിമേഷൻ എന്നുള്ള വർക്ക് സ്പേസ് ഇതിൽ കാണുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയിട്ട് വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആനിമേഷൻ എന്നുള്ള. കണ്ടോ, ആനിമേഷൻ സെക്കൻഡിലാണ് വരുന്നത്. ഇതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ റീൽ എഡിറ്റ്സ് ആണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ത്രൂ ചേഞ്ച് ചെയ്യാം. നേരെ വിൻഡോയിൽ പോയിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഷോർട്ട് കീ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഷോർട്ട് കീ ക്ലിക്ക് ചെയ്തിട്ട് പാനൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ പാനൽസിൻ്റെ സൈസസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇത് കോമ്പോസിഷൻ പാനലാണ്, അതുപോലെ തന്നെ ഇത് പ്രൊജക്ട് പാനലാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം ഒരു ഡാർക്ക് ലൈൻ കാണാം. ആ ഡാർക്ക് ലൈനിൻ്റെ അവിടേക്ക് മൗസ് പോയിന്റ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കാണാം മൗസ് പോയിന്റ് ചേഞ്ച് ആവും. ആ സമയത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈസസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ താഴത്ത് കണ്ടോ, താഴത്ത് നമ്മൾ ടൈം ലൈൻ പാനലാണ്. അതോടെ ക്ലിക്ക് ചെയ്തിട്ട് മേലോട്ട് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. അത് ത്രൂ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും പാനൽസ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഫോ എന്നുള്ള പാനൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാനലല്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ 3 ലൈൻസ്. ഈ ലൈൻസിൻ്റെ അവിടെ നിങ്ങൾക്ക് ക്ലോസ് പാനലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകും. ഇനി ഇൻകേസ് ആ ക്ലോസ് ആയി പോയി നിങ്ങൾ ആക്സിഡൻ്റലി ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ വരണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയിട്ട് ജസ്റ്റ് കണ്ടോ ഇൻഫോ എന്നുള്ള പാനൽ ഇവിടെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ മതി. ചില പാനൽസിൽ നിങ്ങൾക്ക് ഷോർട്ട് കീ ഇവിടെ ഉണ്ടാവും. ആ ഷോർട്ട് കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ വരും. ഇപ്പോൾ ഞാൻ ഓഡിയോ പാനൽ ക്ലോസ് പാനൽ ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓഡിയോ പാനൽ ഉണ്ടാവും. Ctrl 4 ആണ് ഓഡിയോ പാനലിൻ്റെ ഷോർട്ട് കീ വരുന്നത്. ജസ്റ്റ് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ Ctrl 4 എന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഓഡിയോ എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കുറേ പാനൽസ് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ ഏതെങ്കിലും പാനൽ സെലക്ട് ചെയ്യണം. ഇപ്പോൾ പ്രോപ്പർട്ടീസ് പാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലൈക്ക് ഇപ്പോൾ ഇതിൽ നോ സെലക്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസ് കാണിക്കത്തുള്ളൂ. അപ്പോൾ അലൈൻ പാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറേ സെറ്റിങ്സിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലൈൻ പാനൽ നമ്മൾ സെലക്ട് ചെയ്തു, പിന്നെ അടുത്ത നമ്മൾ പാരഗ്രാഫ് പാനൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഓട്ടോമാറ്റിക്കലി അലൈൻ പാനൽ ക്ലോസ് ആയി പോയിട്ട് പാരഗ്രാഫ് പാനലാണ് ഓപ്പൺ ആയി വരുന്നത്. ഈ സിറ്റുവേഷൻ നമുക്ക് 2 പാനൽസും ഒരു സമയത്ത് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 ലൈൻസ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം പാനൽ ഗ്രൂപ്പ് സെറ്റിങ്സിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാം സോളോ പാനൽസ് ഇൻ സ്റ്റാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ അത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പാനൽസ് എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും, ക്ലോസ് ആവാതെ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ പാനൽസ് ഓരോ ഏരിയയിലാണ് ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രൊജക്ട് പാനൽ ഇവിടെയാണ് ഷോക്കേസ് ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ തന്നെ ബോട്ടമിൽ ടൈം ലൈൻ പാനലുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ കുറേ പാനൽസ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില പാനൽസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കോമ്പോസിഷന്, പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ടൈം ലൈൻ, ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാനൽസ് ആണ്. റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള പാനൽസിൽ എന്തെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാനൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും യൂസ് ചെയ്യുന്ന പാനൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം അലൈൻ എന്നുള്ള ഓപ്ഷൻ. എനിക്ക് എപ്പോഴും യൂസ് ആയിട്ടുള്ള ഒരു പാനലാണ് അലൈൻ ടൂള്. ഇവിടെ ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് ഷോക്കേസ് ചെയ്യാൻ പറ്റും. കണ്ടോ കുറേ 6 ഓപ്ഷനിലോട്ട് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ കോമ്പോസിഷൻ പാനൽ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ എക്സ്ട്രാ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെയാണ് ഈ അലൈൻ എന്നുള്ള പാനൽ ആഡ് ഓൺ ആയി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ ഓൾ പാനൽസിൽ ചേഞ്ചസ് വരുത്തി. ഈ ചേഞ്ചസ് നമുക്ക് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് സ്പേസിൽ പോയിട്ട്
റീസെറ്റ് ഓൾ പാനൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റീസെറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇൻ കേസ് നമ്മൾ ഓൾ പാനൽസ് നമ്മൾ ഇതിൽ ചേഞ്ചസ് വരുത്തി, അപ്പോൾ ഈ അലൈൻ ടൂൾ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ സൈഡിലോട്ട് വെച്ചു. ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഓൾ പാനൽസിൻ്റെ വർക്ക് സ്പേസ് എപ്പോഴും ഇൻബിൽട്ടായിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിൻഡോയിൽ പോയിട്ട് നിങ്ങൾക്ക് വർക്ക് സ്പേസിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ട് സേവ് ചേഞ്ച് ടു ദിസ് വർക്ക് സ്പേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇനി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് സ്പേസിൽ ഇനി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് വരില്ല. കണ്ടോ, ഈ അലൈൻ പാനൽ ഇവിടെ തന്നെ ഉണ്ടാവുക, കാരണം നമ്മൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഈ വർക്ക് സ്പേസിൽ ഓൾ പാനൽസിലുള്ള വർക്ക് സ്പേസിൽ ഇങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചേഞ്ചസ് വരുത്താൻ പറ്റില്ല, ഇനി മാനുവലി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ഒരു വർക്ക് സ്പേസ് ആയിട്ട് സേവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ അലൈൻ പാനൽ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്യാരക്ടർ പാനലും കൂടി അതിലോട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 പാനൽസ് ഉണ്ട്, അലൈനും അതുപോലെ തന്നെ ക്യാരക്ടറും. ഇതിലോട്ട് ഞാൻ പാരഗ്രാഫ് പാനലും കൂടി ആഡ് ചെയ്യാണ്. ആണോ, അപ്പോൾ 3 പാനൽസ് ഇവിടെ ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാനൽസ്. പാരഗ്രാഫ്, ക്യാരക്ടർ, നമ്മളെപ്പോഴും നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് കോണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ സ്റ്റൈലും കാര്യങ്ങളും സൈസൊക്കെ ചേഞ്ച് ചെയ്യണമെന്നില്ല, എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ക്യാരക്ടർ ടൂൾ. അതുപോലെ തന്നെ അലൈൻ ടൂൾ നമുക്ക് ഇത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. നമ്മൾ ഇല്ലസ്ട്രേഷനിൽ ഫോട്ടോഷോപ്പിൽ കാണുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, വിൻഡോയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വർക്ക് സ്പേസിൽ സേവ് ന്യൂ വർക്ക് സ്പേസ് എന്ന് കാണാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ഏത് നെയിമിങ്ങിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബെക്സോവ എന്നുള്ളത് ടൈപ്പ് ചെയ്യണം, 01. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ നെയിമിങ് കൂടെ കാണാം. ബെക്സോവ 01 നമ്മൾ ഈ ബെക്സോവ 01 എന്ന് പറഞ്ഞ വർക്ക് സ്പേസിലാണ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് സ്പേസിൽ നിങ്ങൾക്ക് കാണാം ബെക്സോവ 01 എന്നുള്ളത്. നമ്മൾ ഓൾ പാനൽസിലോട്ട് തന്നെ പോവാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ, നമ്മൾ ഓൾ പാനൽസിൽ ചേഞ്ചസ് വരുത്തിയ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ചേഞ്ചസ് വരുത്തിയിരുന്നു, അത് റിട്ടേൺ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വിൻഡോയിൽ പോയിട്ട് നമ്മൾ ബെക്സോവ 1 എന്ന വർക്ക് സ്പേസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചേഞ്ചസ് വരുത്തിയ ആ പാനലിലോട്ട് വന്നു, നമ്മൾ കസ്റ്റം ക്രിയേറ്റ് ചെയ്ത പാനലിലോട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് കസ്റ്റം ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്.